ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോഷക ഗുണങ്ങളുടെ കലവറയായ മുതിര കൊണ്ട് ഒരു അടിപൊളി രസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു രസമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ശരി, ഈ രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മുതിര വറുത്തെടുക്കാം. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് വലിയ സ്പൂണിന് 2 സ്പൂൺ മുതിരയാണ് ഇട്ട് കൊടുക്കുന്നത്. മുതിര നല്ലതായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് വറക്കുന്നത് കേട്ടോ. ഇത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. മുതിര ഉണ്ടല്ലോ ഒന്ന് പൊരിയും, ആ പൊരിഞ്ഞ് വരുന്ന വരെ ഇത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പം മുതിര നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതിലോട്ട് 1 സ്പൂൺ പുളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുളിയുടെ പേസ്റ്റ് ഇല്ല എങ്കിൽ വലിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് വെള്ളത്തിലോട്ട് കുതിർത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്താൽ മതി കേട്ടോ. പുളിയുടെ ജ്യൂസ് നമ്മൾ തയ്യാറാക്കിയെടുത്തു. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന മുതിര ഇപ്പം തണുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സറുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടാതെ നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളകും 2 വറ്റൽ മുളകും പിന്നെ 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്തു. ഇനി ഇതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. മല്ലി പൊടിച്ചതായതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിക്കാത്ത പച്ചമല്ലി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ പൊടിക്കാത്ത മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ അല്ലിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ചതച്ചെടുത്തു. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നല്ലതായിട്ട് പൊട്ടി വരുമ്പോൾ 1 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്കൊരു 3 വറ്റൽ മുളക് അത് മുറിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഈ വെളുത്തുള്ളിയുടെ കളർ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ്. കായപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണം. കായപ്പൊടി ഒന്ന് മൂത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഒരു വലിയ തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. തക്കാളിക്കൊക്കെ ഒന്ന് വേകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളിക്കൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കണം. ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 2.25 കപ്പ് വെള്ളം കൂടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടെ ചേർക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്തത്. ആ പുളിയുടെ പേസ്റ്റിലുണ്ടല്ലോ ഉപ്പുള്ള പുളിയുടെ പേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പുപൊടിയെ ഞാൻ ചേർത്തിട്ടുള്ളൂ. ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പുപൊടി ചേർക്കണം കേട്ടോ. ഈ സമയം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ ഇത് 2-3 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ മുതിരയുണ്ടല്ലോ ഒന്ന് വേകണം. നമ്മളിപ്പോൾ ഇതൊരു 3 മിനിറ്റോളം തിളപ്പിച്ചെടുത്തു. ലാസ്റ്റിലായിട്ട് നമ്മൾ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
നേരത്തെ ഞാൻ ഒരു മുതിര രസത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് നമ്മൾ തയ്യാറാക്കുന്ന മുതിര വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു രസമാണ്. അതിൻ്റെ ലിങ്ക് ഉണ്ടല്ലോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് കൂടി നമ്മളൊന്ന് തിളപ്പിച്ചു. ഇനിയുണ്ടല്ലോ ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മുതിര രസം റെഡി ആയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ രസം ഒന്ന് തയ്യാറാക്കി കഴിക്കണം. ആരോഗ്യത്തിനൊക്കെ വളരെയധികം നല്ലതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എങ്കിൽ ശരി, വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.